ജീവിതത്തിൽ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, സമയത്ത് ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവേ ഇങ്ങനെ ഒരു അവസരങ്ങൾ പ്രധാനമായി തന്നൊരു അവസരങ്ങളെ കൂട്ടുവരുത്തിയായി ആസ്വദിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കണം. ഈ ദിവസങ്ങളിൽ വരുവാണെല്ലാം കടന്നു വരുവാൻ സമ്മതിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് അത് കുറവാക്കുന്നതാണ് എങ്കിലും കർത്താവെ അവിടെ ഞങ്ങൾക്ക് സ്വർഗീയ പ്രത്യാശ എന്നിരിക്കാൻ ആസ്വദിക്കുന്നു. കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടമായ കർത്താവ് ആശ്വസിപ്പിച്ച് സ്വർഗീയ സമാധാനത്തിൽ എല്ലാ ഉള്ളങ്ങളെ നിറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് എല്ലാ കാര്യം ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ പ്രാർത്ഥന എല്ലാം കേട്ടതിനായി സ്തോത്രം ചെയ്യും.
സഹോദരതിരയുടെ അരിമാകർക്കാവ് കൃപ ചെയ്തതിനായി സ്വോത്രം ചെയ്യാം. സ്വാതന്ത്ര്യം തുറന്ന പേട്ടയുള്ള ആത്മാങ്കയുടെ കാറ്റിനോടനുബന്ധിച്ച് അവിടെ കൊണ്ടുപോയി തുറന്നുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ കരുണ സാന്നിധ്യ യാത്രകളെല്ലാം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നല്ല പിതാവേ, പ്രത്യേക സമയത്ത് കർത്താവിയുടെ കൊണ്ടുവരുവാൻ അല്പസമയം ഇവിടെ ആയിരിക്കാം. കർത്താവ് കൃപയതിനായി സ്തുതിക്കുന്ന കർത്താവെ, അതിലെ കർത്താവെ കഴിഞ്ഞ കർത്താവെ മേഘവർഷങ്ങൾ കർത്താവെ പിൻപറ്റുവാൻ കർത്താവ് ഭാഗ്യപ്പെടുത്തുന്നത് വലത്തിൽ പാർക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒക്കെ സമയത്ത് ഈ ലോകത്തിൽ മാറ്റപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ട അവിടുത്തെ കർത്താവെ അവിടുന്ന് ഒക്കെ സമയത്ത് പ്രകാരം ചേർത്തതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവുള്ള ശുശ്രൂഷകളും ദൈവം തന്നെ പാരമ്പര്യത്തിൽ അനുഗ്രഹമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ കൂടി കൊണ്ടുപോകുന്നു. യാതൊരു ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാണെല്ലാവരും കടന്നു വരുവാനും കർത്താവുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടത്തപ്പെടും. എല്ലാവർക്കും ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമായി തീരുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പ്രത്യേക സാഹചര്യത്തിൽ ചാർലി ബ്രദറിന്റെ ശുശ്രൂഷയിൽ അടിയനും പങ്കുചേരുവാനും പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും തന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു.
പ്രിയ ചാർലി ബ്രദറിനെ കുറിച്ച് പറയാൻ അനേകം കാര്യമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ ഹസ്ബൻഡും ചാർലി ബ്രദറും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. സ്വന്തം സഹോദരങ്ങളെ പോലെ ഒരു അന്യോന്യം പെരുമാറുകയും രഹസ്യകാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയ ഹസ്ബൻഡ് രോഗിയായി ഒരു 3-4 മാസം കിടക്കയിലായിരുന്ന സമയത്ത്, ആരും അടുക്കലിരിക്കാത്ത സമയത്ത് ഞാനെപ്പോഴും അടുക്കലിരിക്കും. അപ്പോൾ ഈ ചാർലി ബ്രദർ അടുക്കൽ വന്ന് 2-3 മണിക്കൂർ വന്നിരുന്ന് ഒരു തമ്മിൽ സംസാരിക്കും. ഞാൻ ഒത്തിരി ആശ്വാസമായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബിസിനസ്സുകളുടെ ബന്ധത്തിൽ ഏത് പണിക്കും, കാർപ്പൻ്റർ ആണെങ്കിലും ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഏത് പണിക്കും ജോലിക്കാരെ വിട്ടു തരികയും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം താൻ മുഖാന്തരം ചെയ്തു തരികയും ചെയ്യുമായിരുന്നു. നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എന്മനമേ യഹോവയെ വാഴ്ത്തുക. പിതാവ് എനിക്ക് ലഭിച്ച ജീവിത കാലയളവിൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ പിൻപറ്റുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. കർത്താവിനെ സന്ദേശമായി സ്വീകരിച്ച് നല്ലൊരു ജീവിതം നയിപ്പാൻ എനിക്ക് സാധിച്ചു. മരണം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും വേദനയും അതേപോലെ തന്നെ വിഷമവും ഭാരവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്, ദുഃഖം ഉണ്ടാക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, അറിയാവുന്നവർ എല്ലാവരെ സംബന്ധിച്ച് ഒരു വ്യക്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് വിഷമവും ദുഃഖവും ഭാരവും ഒക്കെയാണ്. എങ്കിലും ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ നിന്ന് മരിച്ച് മാറ്റപ്പെടേണ്ടതാണെന്ന ഒരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ജീവിത കാലയളവ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് എത്രയും നാം ആരും അറിയുന്നില്ല. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ എന്ന ദൈവവചനം പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം
അതിൻ്റെ പ്രതാപ പ്രയാസവും ദുഃഖമൊക്കെ അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നുപോയി ചെയ്യും എന്ന സംഘത്തിരക്കാരൻ പറയുക. 70, 80, 90, 100, ചിലപ്പോൾ 110 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നേക്കാം. എങ്കിലും എല്ലാവരും മരണം വഴിയായിട്ട് കടന്ന് പോകേണ്ടവരാണ്. കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചാണ് വെള്ളത്തിൽ ജനിക്കുന്നവൻ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലുള്ള ജനം, പരിശുദ്ധാത്മാവിന്റെ വിഷയം കർത്താവ് ലോകത്തിൽ മാറ്റപ്പെട്ട 80 ദിവസത്തെ കോഴ്സ് നാളിൽ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് ഇറങ്ങി. വലിയ ഭാഷയിൽ അവർ സംസാരിച്ചെന്ന് പറഞ്ഞിരിക്കുക. കർത്താവ് തന്നെ പറഞ്ഞു, ദൈവാത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവും നമുക്ക് ക്രിസ്തുവിൽ കൂടെ, കർത്താവിൽ കൂടെ ലഭിക്കുകയാണ്. എവിടെ നിന്ന് വീണ്ടും നമുക്ക് ലോകിച്ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നന്നായി ജനിക്കുവാൻ, കർത്താവിനെ സ്വദേശമായി സ്വീകരിക്കുവാൻ, ജനത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, ആത്മീയ കൂട്ടായ്മയോട് ആത്മാവിന്റെ കൂട്ടായ്മ ചേർന്ന് നടക്കുവാൻ കർത്താവ് തന്റെ ജീവിതത്തിൽ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുന്ന വിശ്വാസം കൊടുക്കണം. പല മക്കളും കൊച്ചുമക്കൾ എല്ലാവരെയും അനുഗ്രഹിക്കുക, ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതിനായി സ്തോത്രം ചെയ്യാം. എടുത്തുപെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്വർഗീയ നല്ല പിതാവിന്റെ ഒന്നിച്ചിവിടെ ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് ദാനമായി തന്നവർക്കായി സ്തുതിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങളെ കുട്ടികൾക്കല്ലോ പിതാവിന്റെ ജീവിതത്തിൽ ആവശ്യമെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ അനുഭവത്തിൽ സർവശക്തനായ ദൈവം ഓരോരുത്തരെ നടത്തുന്ന എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് അല്പസമയം എടുക്കുന്നതോട് സ്തോത്രം ചെയ്യാം.
സർവശക്തനായ ദൈവം പ്രിയ പിതാവിൽ ആരംഭിച്ചതായ പ്രവൃത്തിയെ പൂർത്തീകരിച്ച് സമയമായപ്പോൾ തനിക്കായി ഒരുക്കിയിരിക്കുന്നതായ സമയമായപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ തലമുറകളെയും കണ്ട് അവരുടെ ശുശ്രൂഷയെ കേട്ട് സന്തോഷത്തോടെ അവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ അപ്പോസ്തലന്മാർ കൂട്ടാൻ ഐക്യപ്പെട്ട് തന്റെ ക്രിസ്ത്യ ജീവിതം തുടരുവാനെയും കൃപയുടേതായ സ്തോത്രം. തന്റെ ആരംഭിച്ച പൂർത്തീകരിച്ച വ്യത്യാസത്തിലേക്ക് നാം ചേർക്കുന്ന ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. കഷ്ടങ്ങളും വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ ലോകത്തിൽ നിന്ന് കഷ്ടമില്ലാത്ത വ്യത്യസ്തഭാഗത്തെ തന്നെ ചേർത്തുകൊണ്ടതിനായി സ്തുതിക്കുന്നു. ദാസയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെയും കുടുംബത്തെയും മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. കുടുംബാംഗങ്ങൾക്കായിരിക്കും അല്പസമയം, അതിനുശേഷം മുന്നിലുള്ളതായ സമയമനുസരിച്ച് ബാക്കിയുള്ളവർക്ക് സഹകരിക്കാവുന്നതാണ്. ഇതുവരെ സഹകരിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരും മുന്നിലുള്ളതായ അല്പസമയങ്ങളെ സഹകരിച്ച് എല്ലാം അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് വിശേഷം അർപ്പിക്കുന്നു. എല്ലാവരും എല്ലാവരോടും
ദൈവം സഹായിച്ചു, സംരക്ഷിക്കപ്പെടുവാൻ സഹായിച്ചു. ദൈവം ജീവിക്കാനും ഇടയിൽ ദൈവം സഹായിച്ചു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളുടെ കുടുംബ പ്രവർത്തനമെല്ലാം ഒരു 30-40 മിനിറ്റ്സ് ഒരു സ്പീച്ച് ചെയ്തിരുന്നു. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളെങ്ങനെ നയിക്കണം. അപ്പച്ചൻ, ഞാൻ അപ്പച്ചൻ എന്നാണ് വിളിക്കാറ്. കാരണം എൻ്റെ മകളെ അപ്പച്ചൻ എന്നാണ് വിളിക്കാറ്. പക്ഷെ പുള്ളിക്ക് അപ്പച്ചൻ അത് ഒട്ടും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 8 വർഷത്തോളം ഞങ്ങളുടെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിവതക്കം ദൈവയാക്കി. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ എന്നെ ഫോണിൽ വിളിച്ച് ഞാൻ സംസാരിച്ചു. അതാണ് ലാസ്റ്റ്. Sing like never before, oh my soul, I will worship your holy name. വലിയ കുടുംബമാണ്. 10 മക്കൾ ഉണ്ട്. അതിൽ ചേട്ടൻ ആണ് മറ്റൊരു സഭയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചേട്ടൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പച്ചനെ ഭയങ്കര കാര്യമായിരുന്നു. പ്രത്യേകിച്ച് അപ്പച്ചനെ പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ സുന്ദരൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ ഇറങ്ങാൻ നേരം അപ്പച്ചൻ നിർബന്ധമായിട്ടും പറഞ്ഞു, കരണ്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? അതിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. സമുദായിക കൂട്ടങ്ങളിൽ നിന്നും ബന്ധനങ്ങളൊക്കെ ഏർപ്പെട്ട് ആവശ്യം കർത്താവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലയിൽപ്പെട്ട് കർത്താവിന്റെ പാത പിന്തുടർന്ന് കർത്താവിന്റെ കാഴ്ചകളിൽ പിന്തുടർന്ന് ഈ പ്രത്യാശയോടെ ജീവിച്ച് ഞാൻ ആഗ്രഹിച്ച പ്രഭുത്തേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് കൊടുത്ത ഭാഗ്യത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഒരു ദിവസം ഞാൻ കട അടച്ചിട്ട് വരുമ്പോൾ ഒരു സഹോദരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത അയലോക്കത്തൊരു വീട്ടിൽ വന്നപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് പറഞ്ഞു വിട്ടത്. അങ്ങനെ സംസാരിച്ചിട്ട് പോയി നാളെ ചേട്ടനെ വിളിച്ചെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ടായപ്പോഴത്തേന് 7 മണിയായപ്പോൾ ചാലൊന്നും കുട്ടികൾ വന്നു. അതായത് 1987 ഫെബ്രുവരി ഡിസംബർ മാസത്തിൽ ഒരു ദിവസം റോസി യാദൃശ്യമായി എൻ്റെ വീട്ടിൽ വരുവാനിടയായി. വളരെ സങ്കടത്തോടാണ് വന്നതെന്നാൽ ഞാനന്ന് വളരെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിൽ വിട്ടു. 4 ഞായറാഴ്ച ദിവസം സഭായത്തിൽ വന്നു. ഈ പ്രിയപ്പെട്ട ശുശ്രൂഷിക്കുമ്പോഴായിരിക്കും ഭാഗ്യം ലഭിച്ച സ്തോത്രം എന്നതിലൂടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഒരു 1.5 വർഷം മുൻപ് ഞാൻ ഇദ്ദേഹത്തെ താൻ സീരിയസായി കിടന്ന അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടന്ന അവസ്ഥയിൽ പോയി കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുതിയ വിശ്വാസബോധത്തിൽ കർത്താവിന്റെ വേദിയോടനുബന്ധിച്ച് ഞാൻ കാണപ്പെടുമ്പോൾ അവിടെ ഒരു ആരാധനാലയമോ ഒരു നല്ല വീടോ ഒന്നുമില്ല. സന്ദേശം ദൈവത്തിന് മഹത്വം. അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനെ പലർക്കും അറിയാവുന്ന പോലെ വളരെ ശാന്ത സ്വഭാവവും എല്ലാവരോടും വളരെ സ്നേഹത്തോടും പെരുമാറുന്ന ഒരു പ്രകൃതമായിരുന്നു. എപ്പോഴും ഒരു ചിരികൾ മാത്രമേ ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളൂ. പ്രിയ ദേശത്തെ ചേർത്തുള്ള പ്രിയ പിതാവിനെ കുറിച്ചുള്ളതായ സാക്ഷ്യങ്ങൾ സുവിശേഷ വേലക്കാരും മക്കളും സഭാവിശ്വാസികളുമായിരിക്കുന്നവരും മറ്റു പലരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മളിടയാക്കി തീർത്തല്ലോ. ദൈവത്തിന് സ്തോത്രം. Thank you.
ആരംഭിച്ചതായ പ്രവൃത്തിയെ പൂർത്തീകരിച്ച് തനിക്ക് ഒരുക്കിയിട്ട് നല്ല അവകാശത്തിലേക്ക് സർവശക്തനായ ചേർത്തല്ലോ. അതിനാൽ ചേർന്ന് വേണ്ട സ്തോത്രം ചെയ്യാം. സഹോദരങ്ങളുടെ ചാർച്ചക്കാർക്കും പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുകേ. ശക്തരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുകേ. എപ്പോഴും സന്തോഷമേ ഈ ലോകയാത്രയിൽ, എപ്പോഴും സന്തോഷമേ നിത്യമഹിമയേ. പ്രദാസനി നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് തന്റെ മഹത്വ നാടിലേക്ക് അത് പൂർത്തീകരിച്ച് തന്നെ വിശുദ്ധീകരിച്ച് തന്റെ ആത്മാവിനെ തന്റെ സന്നിധി ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. തന്റെ ജീവിതകാലത്ത് തന്റെ യൗവനകാലത്ത് തന്നെ കർത്താവിനെ സ്നേഹിക്കുവാനും പിൻപറ്റുവാനും തന്റെ നിയമങ്ങൾ പാലിച്ച് കർത്താവിന്റെ വഴി നടക്കുവാനും ഭാഗ്യം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. പിതാവ് അവർക്ക് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതോ എന്നുള്ള ദുഃഖമാണല്ലോ. എന്നാൽ അതിനുപരിയായി ഒരു സ്വർഗീയ പിതാവ് സ്വർഗത്തിലുണ്ട്. ആ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പിതാവിന്റെ സ്ഥാനത്ത് ദൈവം തന്നെ മക്കളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമതിനായി സ്തോത്രം ചെയ്യാം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളും കർത്താവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം. അവിടെ എല്ലാം കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കാണ് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു മരണമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിപ്പാൻ തൊക്കണം എല്ലാവരോടും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമീക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇത് ഒരു മൺശരീരമാണ്, മണ്ണോട് ചേരും എന്ന് ദൈവം പറഞ്ഞ വചനം നിവൃത്തിയാകേണ്ടതിന് നാം ഇപ്പോൾ
അന്ത്യ ശുശ്രൂഷ കഴിക്കുകയാണ്. എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു, എന്തോ വിവേകേ വന്നിടുമോ, വിശ്രാമനാട്ടിലെത്തിടുവാനുണ്ടോ ഇനി താമസം, ഞാൻ എത്ര കാലം ഓടണം. സൗഭാഗ്യപട്ടണത്തിൽ കാലമില്ലവിടെ, നിത്യം കുഞ്ഞാടതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യപട്ടണത്തിൽ. ഈ മൃതശരീരം ഒടിക്കുന്നതില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ അറിയിച്ചു, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറയിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. ഈ പ്രിയപ്പെട്ടന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അങ്ങനെ മക്കൾക്ക് ആ പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ സന്നിധി വീണ്ടും കാണാമെന്നുള്ള ആ പ്രത്യാശയിൽ വേർപാടിന്റെ ദുഃഖങ്ങൾ മറന്ന് സന്തോഷത്തോടെ തന്നെ മക്കളെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ കൃപ ചെയ്ത് അനുഗ്രഹിച്ചയച്ചു.